നമസ്കാരം, എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിരവധി വർഷങ്ങളുടെ അഭിനയ പാരമ്പര്യമുള്ള അഭിനേത്രിയാണ് ഇന്നത്തെ സിനിമയിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. നാടകത്തിലും സിനിമയിലും ഒരുപോലെ തിളങ്ങി നിന്ന, ഇപ്പോഴും ന്യൂ ജനറേഷൻ സിനിമകളിൽ തിളങ്ങി നിൽക്കുന്ന താരം ശ്രീമതി സീമാജി നായരെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക്. നമസ്കാരം. നമസ്കാരം. ഒരുപാട് ചിത്രങ്ങൾ ഈ നീണ്ട വർഷത്തിനിടെ ചെയ്തു അല്ലേ? നാടകത്തിന്റെ ഒരുപാട് പാരമ്പര്യം നമുക്ക് പറയാനുണ്ട്. എങ്കിലും ഇപ്പോൾ ഇറങ്ങിയ സിനിമകൾ അലമാര ആവട്ടെ, അതിൽ സണ്ണി വെയിൻ്റെ കൂടെ രഞ്ജി പണിക്കറുടെ, പിന്നെ ഫുക്രിയിലാവട്ടെ, അങ്ങനെയൊക്കെ ജയസൂര്യ പടം, അതുപോലെ തന്നെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ, ഇതിലെല്ലാത്തിലും ഒരു സീമാജി നായർ എന്ന അഭിനേത്രിയുടെ മുഖം, അത് ചെറിയൊരു കഥാപാത്രമല്ല, എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള കഥാപാത്രം നൽകിയിരിക്കുന്നു സംവിധായകൻ. ഈ ഒരു എങ്ങനെ കാണുന്നു ഈ ഒരു പുതിയ ചിത്രങ്ങളിൽ? അതെൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ന്യൂ ജനറേഷൻ പടങ്ങളിൽ അമ്മ വേഷമോ അല്ലെ ചേച്ചി വേഷമോ അഭിനയിക്കുന്നവർക്ക് റോളില്ല എന്ന് പറയുമ്പോഴാണ് എന്തോ ഭാഗ്യം കൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പോകുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാഗ്യമോ അല്ലെങ്കിൽ ഒരു ഗുരുത്വമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ന്യൂ ജനറേഷൻ പടം വന്നപ്പോൾ അമ്മ വേഷം ഇല്ലാണ്ടായിപ്പോയി അല്ലെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തിരക്കുകളില്ല എങ്കിൽ പോലും കുറച്ചെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും ഏകദേശം എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ തന്നെ ചെയ്യാൻ പറ്റി. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും ഇപ്പോൾ ചെയ്ത ഈ അലമാര എന്ന ചിത്രം, ഇത് തോമസിന്റെ ഒരു എന്താ പറയുക, സാധാരണ സിമ്പിൾ സ്റ്റോറിയാണ്. അതിലൊരു നല്ല വീട്ടമ്മയായിട്ട് ശരിക്കും അമ്മായിയമ്മയും അമ്മയൊക്കെ ആയിട്ട് ചെയ്യുകയാണ് സണ്ണി വെയിൻ എന്ന യുവതാരത്തോടൊപ്പം. കൂടെയുള്ള പേര് രഞ്ജി പണിക്കർ. ആ ഒരു ക്യാരക്ടറെ കുറിച്ച് അല്ല, ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല വേഷങ്ങളിൽ ഒന്നാണ് അലമാര. അത് മിക്കവാറും ഓൺലൈനിലാണെങ്കിലും എല്ലാം എൻ്റെ ആ കഥാപാത്രത്തെക്കുറിച്ച് ഒരുപാട് റിവ്യൂസ് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും 1983-ലും അത് കഴിഞ്ഞിട്ട് കുഞ്ഞിരാമായണത്തിലും അത് കഴിഞ്ഞിട്ട് വന്ന ഇതുപോലൊരു ഫുൾ ലെങ്ത് കഥാപാത്രമായിരുന്നു അലമാര. ശരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വേഷം. പിന്നെ രഞ്ജി പണിക്കർ പുള്ളിയെ പോലുള്ള ഒരു വ്യക്തിയുടെ കൂടെ എനിക്ക് പുള്ളിയുടെ പേരായിട്ട് ചെയ്യാൻ സാധിച്ചു. കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും നമുക്കറിയില്ല. കാരണം രഞ്ജിയേട്ടൻ കോമഡി പോലെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ പുള്ളിയുടെ വൈഫായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആ കോമ്പിനേഷൻ വർക്കൗട്ട് ആവുമോ അല്ലെ എന്താണെന്നൊക്കെ ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സിനിമാ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഈശ്വര ഭാഗ്യം, ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ആ കോമ്പിനേഷൻ നന്നായി എന്ന് ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം നല്ലൊരു വേഷം, ഭയങ്കര ബോൾഡായിട്ടുള്ള സുകുമാരി എന്ന് പറയുന്ന മിലിറ്ററിയിൽ നേഴ്സായിരുന്നു. VRS എടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു നേഴ്സിന്റെ കഥാപാത്രമാണ്. അതെ സുകുമാരി, അത് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വേഷത്തിൽ ചെയ്യാൻ പറ്റി. പുള്ളിയാണെങ്കിലും രഞ്ജിയേട്ടനാണെങ്കിലും സണ്ണി വെയിനാണെങ്കിലും നായിക അതിഥി നല്ല കുട്ടിയാണ്. അവൾക്ക് കിട്ടിയ വേഷം അവൾ നന്നായിട്ട് ഭംഗിയായിട്ട് അവളത് ചെയ്തിട്ടുണ്ട്. മണികണ്ഠൻ, അങ്ങനെ ഒരു നല്ല ക്രൂവിൻ്റെ കൂടെ. പിന്നെ എല്ലാത്തിലും ഉപരി മിഥുനാകെ 2 പടമേ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളൂ. ഓം ശാന്തി ഓശാനയുടെ സ്ക്രിപ്റ്റായിരുന്നു. അപ്പം ഇതിൻ്റെ കൂടെ ആ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ, ചെറിയ പടം, നല്ല പടം, ചെറിയൊരു ത്രെഡ്, പക്ഷേ എല്ലാവരുടെയും ജീവിതത്തിൽ. കാരണം ഞാൻ ആ പടത്തിനൊരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ യൂബർ വിളിച്ചിട്ട് ഞാനിങ്ങനെ പോയി. അപ്പം അന്ന് തൃശ്ശൂരുള്ള ഒരു പയ്യനായിരുന്നു വണ്ടി ഓടിച്ചിരുന്ന, ലിയോൺ എന്ന് പറയും. അപ്പം ലിയോൺ ചോദിച്ചു, ചേച്ചി അലമാര റിലീസാവുമല്ലേ, അപ്പോൾ എന്താ ചേച്ചി അതിനകത്ത് ഉള്ളു? ഞാൻ പറഞ്ഞു ഒരു അലമാര ചുറ്റിപ്പറ്റിയുള്ള സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ കുറേ നേരം മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, ഒരു അലമാര കാരണം 3 വർഷം എൻ്റെ ചേച്ചി എൻ്റെ ജീവിതം പോയതാന്ന്. എന്ന് വെച്ചാൽ നമ്മൾ വിവാഹത്തിന് മിക്ക നാടുകളിലും വിരുന്നിന് പോകുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അലമാര. ആ അലമാര പോലെ ഇരിക്കും അവരുടെ ജീവിതവും. അപ്പം 3 വർഷം അവൻ ചുറ്റിയെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും ആ അലമാര കാരണം അവൻ ചുറ്റിയ ചുറ്റൽ എന്താന്ന്. അത് തന്നെയുള്ളൂ സിനിമയും. അത് നല്ലൊരു സബ്ജക്റ്റായിരുന്നു. കോമഡി ട്രാക്കിലേക്ക് കോമഡി ഉണ്ട്. കോമഡിക്ക് വേണ്ടി കോമഡി ചെയ്തിട്ടില്ല. സിറ്റുവേഷൻ, അതായത് ഓരോ ഡയലോഗ്സ് പറയുമ്പോഴും അല്ലെ ആരെങ്കിലും ഒക്കെ പെർഫോം ചെയ്യുമ്പോഴും അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് രസകരമായ ഒരു അനുഭവമായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. 1983 എന്ന ചിത്രം കുഞ്ഞിന്റെ രാമായണം എന്ന ചിത്രത്തിൽ ഇതിൽ അമ്മവേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു ന്യൂ ജനറേഷൻ താരങ്ങളുടെ അമ്മയാകുമ്പോഴുള്ളത് എങ്ങനെയാണ്? എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. നിവിൻ പോളി, ദുൽഖർ,
അതുപോലെ തന്നെ അതെ അതെ അതെ. കാരണമല്ല എനിക്കത് ഇപ്പം നമ്മൾ ഇന്ന വേഷേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനി മാറിയിരുന്നിട്ട് കാര്യമില്ല. പിന്നെ തുടക്കത്തിൽ തന്നെയും ഞാൻ ഇന്ന വേഷേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇന്ന റോളുകൾക്കാണ് എനിക്ക്, അത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് വന്ന ഒരു ദിവസത്തെ സീനാണെങ്കിലും കൊള്ളാം, കാൽ സീനാണെങ്കിലും കൊള്ളാം, എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം അങ്ങനെ അല്ലാണ്ട് നമുക്ക് ഈ ചെറുതെന്നോ വലുതെന്നോ ഷോർട്ട് ഫിലിമെന്നോ ടെലിഫിലിമെന്നോ സീരിയലിനോ സിനിമയെന്നോ നാടകമെന്നോ ഒരു മാറ്റി നിർത്തലില്ലാതെയാണ് ഞാൻ എപ്പോഴും വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിവിൻ്റെ അമ്മയായിട്ട് ചെയ്യുമ്പോഴും കാരണം ന്യൂ ജനറേഷൻ സിനിമകളിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ശരിക്കും നമ്മളും ന്യൂജനായി മാറുവാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. അല്ലാതെ നമ്മളെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അത് ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി അല്ലെങ്കിൽ അതൊന്നുമില്ല. അവരുടെ കൂട്ടുകാരിയെ പോലെ അല്ലെ കൂട്ടുകാരെ പോലെയുള്ള എപ്പോൾ 1983 ചെയ്തപ്പോഴും കുഞ്ഞിരാമായണം ചെയ്യുമ്പോഴും എല്ലാം എനിക്ക് ഋത്തിക് റോഷൻ ചെയ്യുമ്പോഴും ഒക്കെ ഒരു ഭയങ്കര കൂട്ടായ്മയോ ഭയങ്കര ഒരു ഇൻറ്റിമസിയാണ് സെറ്റിൽ. എല്ലാവരും തമ്മിൽ ഭയങ്കര ഒരു ബന്ധമാണ്. അലമാര ചെയ്യുമ്പോഴും ഭയങ്കര സ്നേഹമാണ്. അത് കഴിഞ്ഞാൽ ഒരു സിനിമ കഴിയുമ്പോൾ ആ ബന്ധം അവിടെ തീർന്നു പോകുന്നില്ല. പിന്നെ ഒരുമിച്ച് ഒത്തുചേരാൻ പറ്റുന്ന അവസരങ്ങളിൽ ഒത്തുചേരുന്നു, ഒന്നിച്ചു കൂടുന്നു. അല്ലെങ്കിൽ ഇന്നും രാവിലെ ഈ പറഞ്ഞതുപോലെ ഞാൻ അവർക്കൊക്കെ മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ അവരെ വിളിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂ ജനറേഷൻ പടങ്ങളിൽ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഗുണം നമ്മുടെ ഒരു 10 വയസ്സ് കുറയുന്നു എന്നുള്ളതാണ്. കാരണം അവരുടെ കൂടെ അവരുടെ ഒരു ജോലിയുടെ ഭാഗമാകാൻ നമുക്ക് കഴിയുന്നല്ലോ എന്ന് വരുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നുണ്ട്. നാദിർഷയുടെ ഹിറ്റ് ചിത്രമായ ഋത്തിക് റോഷൻ ചെയ്ത് ഋത്തിക് റോഷൻ അതൊരു ശ്രദ്ധേയമായ ക്യാരക്ടർ. അത് എല്ലാവരും മനസ്സിലോർക്കും ഒരു ഊമയാണ്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്ന മൊത്തം കയ്യിൽ കൊമ്പ് കൊടുത്തിട്ടാണ്. സെലിംകുമാർ ഹസ്ബൻഡിന്റെ കോമ്പിനേഷനിൽ ആ ഒരു കഥാപാത്രത്തെ എങ്ങനെ കാണാം? അല്ല, അത് ഈ പറഞ്ഞ പോലെ എന്നോട് അതിനകത്ത് ഇന്ന റോളാന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വിളിക്കുമ്പം ഇന്ന റോള് ചെയ്യണം ഒന്നും പറയില്ല. ഫ്രീ ആണോ, ഇപ്പൊ പുതിയ ഏതെങ്കിലും വർക്കുണ്ടോ, ഇല്ല, എന്നാൽ ഒരു സിനിമയിൽ ഒരു വേഷമുണ്ട്, അപ്പം മറ്റന്നാൾ മുതൽ കേട്ടോ, ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. ഞാനും ചോദിക്കാറില്ല, ചോദിച്ചറിയാനുള്ള അങ്ങനെ എനിക്ക് എന്തോ ഞാൻ അതിന് അത്രയ്ക്കും വലിയ കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. എന്താണേലും വിളിക്കുന്നു, കിട്ടുന്ന വേഷം എന്താണെങ്കിലും പോയി നന്നായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഋത്തിക് റോഷനിലും വിളിച്ചു പോയി. അപ്പോൾ അവിടെ ചെന്നപ്പം നാദിർഷ വിപിനോടൊക്കെ പറഞ്ഞു, സിനിമയ്ക്ക് ക്യാരക്ടർ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. ക്യാരക്ടറും പറഞ്ഞു. എഴുന്നേറ്റ് പോവാറായപ്പോഴാണ് പറഞ്ഞത് ഊമ കേട്ടോ എന്ന് പറഞ്ഞത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ചെന്ന വഴി ഓടണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഇന്ന് വരെ ഞാൻ ഊമ വേഷം എപ്പോഴെങ്കിലും ഒരു ടെലിഫിലിമിലോ അല്ലെങ്കിൽ സീരിയലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അതെ, ശ്രദ്ധിക്കുന്നതാണ്. അപ്പൊ അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു നാദിർഷ വിചാരിച്ചിട്ടുണ്ടാകും എല്ലാവരും വാ തുറക്കുന്ന വാ തുറക്കാത്ത ഒരു റോള് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. അപ്പൊ അവിടെ ഊമയോ എനിക്ക് ഞാൻ ആകെ ഡെസ്പായിപ്പോയി. എങ്ങനെ നമ്മൾ ഊമ എങ്ങനെ ചെയ്യും എന്നുള്ളത് നേരത്തെ ഒരു ഹിന്റ് തന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഊമയായിട്ടുള്ള ഒരാൾക്കാരെ ഒന്ന് നോക്കിയാൽ ഒരു ഒബ്സർവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ക്യാരക്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നോട് പറഞ്ഞു അതൊന്നും പ്രശ്നമൊന്നുമില്ല, നിങ്ങളങ്ങ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദിശയോട് പറഞ്ഞു ഒന്ന് അഭിനയിച്ച് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ ചിരിക്കുന്നുമുണ്ട്, ഇവർ കാണിച്ചു തരുന്നുമുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എല്ലാം കൂടെ ഒത്തു വന്ന് സൗണ്ട് ഇല്ലെങ്കിലും കൈയും കാലും മറ്റേ കൊമ്പും ഒക്കെ കാണിച്ച് ഞാൻ ഊമയായി. അത് എന്താണെങ്കിലും ഭാഗ്യം. പിന്നെ ആരോ പറഞ്ഞ പോലെ ഇതുപോലെ ഒരു അലമ്പ് ഊമയെ കണ്ടിട്ടില്ലെന്ന്. എന്താന്ന് വെച്ചാൽ സാധാരണ ഊമ എന്ന് പറയുമ്പോൾ എപ്പോഴും ദയനീയ ഊമയായിരിക്കും. ഇതാണെങ്കിൽ വാ തുറന്ന വഴക്കിടാനായിട്ടുള്ള വഴക്കാണ്. എപ്പോഴും കണ്ടില്ല, ആ ഫസ്റ്റ് സീൻ തന്നെ അലമ്പാണ്. അപ്പൊ പല അതെ അതെ അതെ. അപ്പൊ അതിലെ സലിമേട്ടൻ പറയുന്ന ഇതാണ്, നമ്മുടെ ലൗകിക ജീവിതത്തിൽ മിണ്ടാപ്രാണിയാണല്ലോ, ഒരു മിണ്ടാത്ത ഒരാളെ കിട്ടിയ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവളെ കല്യാണം കഴിച്ചത്. ഇവളിങ്ങനെ ആംഗ്യ ഭാഷയിൽ എൻ്റെ അമ്മയ്ക്കിട്ട് തെറി വിളിക്കും എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. കാരണം ഊമയാണ്, പക്ഷെ ആംഗ്യ ഭാഷ പറയാനുള്ള എല്ലാ വൃത്തികേടുകളും ഭർത്താവിനോട് പറയുന്ന ഒരു കഥാപാത്രം. അത് എന്താ പറയണേ, അതും നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഒരു നല്ല കഥാപാത്രമായിരുന്നു. അതെ, പിന്നെ സിദ്ദീഖ് സാറിന്റെ പടത്തില് എന്താ പറയണേ, സാറ് വിളിച്ചപ്പോഴും ഒന്നും ചോദിച്ചില്ല.
പിന്നെ സാറൊരു എന്താ പറയുക, ഒരു മൂല പോയി നിൽക്കാൻ പറഞ്ഞാലും ഞാൻ പോയി നിൽക്കും. കാരണം വെച്ചാൽ അങ്ങനെ ആ ഒരു ക്രോണിക് ബാച്ചിലറിൽ കൂടെ അതിൽ 2 സീന് ഉണ്ടായിരുന്നുള്ളെങ്കിലും കുഞ്ഞുലക്ഷ്മി എന്ന് പറയുന്ന ആ കഥാപാത്രം ഇന്നും മനുഷ്യരുടെ മനസ്സിൽ ആ കഥാപാത്രം നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചാൽ വലിയൊരു പെർഫോമൻസ് ഒന്നും ഇല്ലായിരുന്നു ഫുക്രിയിലെ നമ്മുടെ ഗൗതമി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്. പക്ഷെ സാറിൻ്റെ പടം ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സംതൃപ്തി എനിക്കുണ്ട് ഫുക്രി ചെയ്തതിൽ. അതിനുശേഷം ഇപ്പൊ നിവിൻ പോളിയുടെ റിലീസാകാൻ പോകുന്ന സഖാവ് എന്ന ചിത്രം അമ്മായിയമ്മയോ അല്ലേ? അല്ല, അമ്മായിമ്മ മീൻസ് അങ്ങനെയല്ല, അതിൽ നായികയുടെ അമ്മയാണ്. നായികയുടെ അമ്മയായിട്ട് അത് പറഞ്ഞ പോലെ 3-4 സീനുണ്ട്. അപ്പോൾ അതിലെ റോള് അമ്മയുടെ റോളാണ്. ഭയങ്കര ഡെപ്തുള്ള കഥാപാത്രം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിലേറ്റവും സന്തോഷമായത് സിദ്ധാർത്ഥിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു എന്നുവെച്ചാൽ ശരിക്കും സിദ്ധാർത്ഥിനെ ഞാൻ 13 വയസ്സുള്ളപ്പം കണ്ടു തുടങ്ങിയ കുട്ടിയാണ്. സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ ശിവപ്രസാദ് സാറ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറായിരുന്നു. വേമ്പനാടൊക്കെ ഗൗരിയൊക്കെ ഡയറക്റ്റ് ചെയ്ത്. അപ്പം സാറിൻ്റെ മിക്ക വർക്കിലും, അതായത് 1-2 സിനിമ ഒഴിച്ച് ബാക്കി എല്ലാ വർക്കിലും, ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, സീരിയൽ ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, എല്ലാത്തിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മുടെ മുമ്പിൽ വളർന്നു വന്ന കുട്ടിയാണ് സിദ്ധാർത്ഥ്. അതിനുശേഷം സിദ്ധാർത്ഥ് വലിയ ഡയറക്ടറായി, നടനായി, എല്ലാമായി. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഒരു വർക്ക്, സിദ്ധാർത്ഥ് ആദ്യമായിട്ട് 13 വയസ്സിലാണെന്ന് തോന്നുന്നു, 13-14 വയസ്സിലൊരു ഷോർട്ട് ഫിലിം ചെയ്തു. ആദ്യമായിട്ട് എനിക്കൊന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി അന്ന് ചെയ്തത് സിദ്ധാർത്ഥായിരിക്കും. ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം അന്ന് എനിക്കുണ്ടായി. അതിനുശേഷം സിദ്ധാർത്ഥ് ഡയറക്ടറായി ഒരുപാട് നല്ല അയിൻ ചെയ്തു, കൊച്ചൗവ പൗല അയ്യപ്പ അത് ചെയ്തു. അവാർഡുകൾ വാരിക്കൂട്ടി, 101 ചോദ്യങ്ങൾ വാരിക്കൂട്ടി, ഇഷ്ടം പോലെ, അതായത് അർഹിക്കുന്ന കുട്ടി തന്നെയാണ് സിദ്ധാർത്ഥ്. അതിനുശേഷം സിദ്ധാർത്ഥിൻ്റെ ഒരു വർക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ ശരിക്കും അത് ദൈവത്തോട് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം എന്ത് റോള് ഇന്ന റോള് അങ്ങനെയൊന്നുമില്ല, സിദ്ധാർത്ഥിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പം ഒരു നല്ലൊരു പടത്തിൽ ഒരു ചെറിയ വേഷമാണെങ്കിൽ പോലും ചെയ്യുക എന്നുള്ളതാണ്. നിവിൻ അല്ലെ രാകേഷ് അല്ലെ സിദ്ധാർത്ഥ് ശിവ അങ്ങനെ ഒരു വലിയ ക്രൂവിൻ്റെ കൂടെ നമുക്കത് ചെയ്യാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമുണ്ട്. അതെ ചെയ്യാൻ പറ്റി. സീമാജി നായർ എന്ന നടിയെ സംബന്ധിച്ചോളം സീരിയൽ രംഗത്തും നാടക രംഗത്തു നിന്നാണ് അവർ രംഗത്തേക്ക് വന്നത്. എങ്കിലും ഇത്ര തിരക്കുള്ള ചിത്രങ്ങളിൽ എന്താ പറയാ കണ്ടിന്യൂസ് വർക്കുകളുണ്ട് സിനിമയിൽ. ആ ടൈമിൽ തന്നെ സീരിയൽ ഇന്നും കൊണ്ടുപോകുന്നു. അത് വലിയൊരു കാര്യമാണ്. വീഴ്ചിട്ടില്ല. അതെങ്ങനെ സമയം കണ്ടെത്തും? അല്ല, സമയം കണ്ടെത്തുന്നതല്ല ഷിജിൻ, ഇതെൻ്റെ ജീവിത മാർഗമാണ്. അപ്പോൾ ഒന്നിനെ മാറ്റി നിർത്തി ഒന്നാണ് വലുതെന്ന് പറയാൻ എനിക്കൊരിക്കലും പറ്റത്തില്ല. ഇപ്പോൾ സീരിയലിനെ നമ്മളിങ്ങനെ നോക്കുമ്പോഴും ഞാൻ ഷോർട്ട് ഫിലിമുകൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഫ്രീ ആകുന്ന സമയത്ത് ഒരു വർക്ക് വന്നാൽ അത് ഇന്നലെ വന്ന കുട്ടികളുടെ ആണെന്നോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എടുത്ത് പഠിക്കുന്ന കുട്ടികളുടെ ആണെന്നോ ഒന്നും ഞാൻ നോക്കാറില്ല. എൻ്റെ തൊഴിൽ അഭിനയം ആയതുകൊണ്ട് ആര് വിളിച്ചാലും ഞാൻ പോയി വർക്ക് ചെയ്യും. അപ്പോൾ ഇപ്പം തന്നെ വാനമ്പാടി അത് രഞ്ജിത്ത് രജപുത്ര ചിപ്പിയും രഞ്ജിത്ത് അവരാണത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരേതൊരു വർക്ക് എടുത്തപ്പോഴും എന്നെ ഓർത്തിട്ടുണ്ട്. സ്ത്രീ ഒരു സാന്ത്വനം വർഷങ്ങൾക്ക് മുമ്പ് അത് ചെയ്തു. അത് കഴിഞ്ഞ് ആകാശദൂത് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് വന്നപ്പോഴും അവരെന്നെ ഓർത്തു, വിളിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അതെനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിശക്തമായ കഥാപാത്രം, ഒരുപാട് പെർഫോം ചെയ്യാനുള്ളൊരു കഥാപാത്രം അത് ചെയ്യുന്നു. അത് തന്നെ അവർ തമിഴിൽ ചെയ്യുന്നു. അപ്പോൾ തമിഴിലും അതേ റോള് തന്നെ അവരെനിക്ക് തന്നു. അപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഭാഗ്യത്തിനൊന്നും ക്ലാഷ് ആകുന്നില്ല. ഒന്നില്ലാത്തപ്പോൾ ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നിനെയും വേണ്ടെന്ന് വെക്കുന്നില്ല. സിനിമകൾ ഇത്രയും ചെയ്തു, വലുതും ചെറുതുമായ കഥാപാത്രം ചെയ്തു. ഏതൊരു വേഷവും തൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള മാനറിസങ്ങൾ സ്വന്തമായ അഭിനയത്തിൽ, പ്രത്യേകിച്ച് സൗണ്ടിന്റെ മോഡുലേഷൻ, അതിനൊക്കെ കൊണ്ട് സീമാജി നായർ എന്ന നടിയെ വ്യത്യസ്തയാക്കുന്നു. അപ്പോൾ ആ കാലയളവിൽ അഭിനയിച്ചൊരു തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിൽ ഹോണ്ട് ചെയ്യുന്ന ഒരു കഥാപാത്രം ഏതാണ്? അല്ല, അതെനിക്ക് എന്താണേലും ക്രോണിക് ബാച്ചിലറിലെ കുഞ്ഞുലക്ഷ്മി എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. കാരണം ഞാൻ സിനിമയൊന്നും മോഹമല്ലാതിരുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ വളർന്നു വന്നപ്പോഴും നടിയാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ശരിക്കും സിദ്ദിഖ് സാറിൻ്റെ ക്ഷണം കിട്ടി ക്രോണിക് ബാച്ചിലറിലെ ആ ഒരു വേഷം ചെയ്തത്. അപ്പം ഈ 14 വർഷത്തെ ജീവിതത്തിൽ ഈ അഭിനയം, അതായത് സിനിമ അഭിനയത്തിനിടയ്ക്ക് ചെറുതും വലുതുമായിട്ട് നമ്മളിപ്പോഴും ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ
അന്ന് ചിലപ്പോൾ കൂടെ വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇന്നില്ല, അല്ലെങ്കിൽ അവർ ഫീൽഡിൽ നിന്നേ മാറി നിൽക്കുകയാണല്ലേ, ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇന്നും എനിക്ക് നിൽക്കാനുള്ള ഒരു പ്രചോദനം, അല്ലെ ഇന്നും എന്നെ നിർത്തിയിരിക്കുന്നത് ക്രോണിക് ബാച്ചിലർ എന്ന് പറഞ്ഞ സിനിമയിലെ ഞാൻ വന്നുകൊണ്ട്. അപ്പം എന്നും കടപ്പാടും എന്നും ആദരവും അല്ലെങ്കിൽ എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരിതും സിദ്ദിഖ് സാറും കുഞ്ഞുലക്ഷ്മി എന്ന കഥാപാത്രമായി എന്ന് വെച്ചിട്ട് എൻ്റെ വേറെ ഒരു കഥാപാത്രവും മോശമാണെന്നല്ല, എൻ്റെ ഒരു തുടക്കം അത്രയും വലിയൊരു ഡയറക്ടറുടെ കൂടെ നമ്മളത് ചെയ്തു. ആ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പിന്നെ വന്ന എല്ലാ കഥാപാത്രങ്ങളും, നമ്മളൊരു കഥാപാത്രം ഷിജിൻ കിട്ടുമ്പോൾ അതിനെ എത്രമാത്രം നന്നാക്കാം, അല്ലെ അതിനെ നമ്മുടെ കൂടെ കൊണ്ട് നടന്ന് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ ചെയ്യുന്നു. അപ്പം ഓരോ കഥാപാത്രങ്ങളെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. വർഷങ്ങളായി നാടകരംഗത്തുള്ളതുകൊണ്ട് ഒട്ടനവധി താരങ്ങളായിട്ട് നേരത്തെ അറിയാം. പല നാടകരംഗത്ത് നിന്ന് സിനിമയിലേക്ക് വന്നവരുമായിട്ട് ഒരുമിച്ച് ചെയ്തു, സീരിയൽ രംഗത്തുള്ള. എങ്കിലും ഇപ്പോഴത്തെ ഇപ്പൊ സണ്ണി വെയിൻ, അതുപോലെ നിവിൻ പോളി, ഇവരുടെയൊക്കെ അമ്മയായി, അതുപോലെ അവരുടെ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു. അവര് കാലഘട്ടത്തിലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു നന്നായിട്ടായിരുന്നു, പക്ഷെ എനിക്കൊരു മാറ്റം ഫീൽ ചെയ്ത് അഭിനയത്തിൽ വരെ ഒരു ജനറേഷന് മാറ്റം ഉണ്ടായിട്ടുണ്ട് അല്ലെ. സ്വാഭാവിക അഭിനയമാണ് പല ചിത്രങ്ങളിലും പല ഇപ്പോഴത്തെ യുവ നടീനന്മാർ കാഴ്ചവെക്കുന്നത്. ആ ഒരു എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? അല്ല, അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് നമ്മൾ അഭിനയം എന്ന് പണ്ടത്തെ അഭിനയവും ഇപ്പോഴത്തെ അഭിനയവും, പണ്ടത്തെ പാട്ടുകളും ഇപ്പോഴത്തെ പാട്ടുകളും, പണ്ടത്തെ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനും ഒരുപാട് വ്യത്യാസമുണ്ട്. അതുതന്നെയാണ് അഭിനയത്തിലും വന്നിരിക്കുന്നത്. കാരണം ഇപ്പം പണ്ട് അഭിനയിക്കണം, നമ്മൾ ഇങ്ങനെയൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചാലേ അത് ജനങ്ങളിലേക്ക് ആ അഭിനയം എത്തുള്ളൂ. ഇപ്പം നമ്മൾ പഴയ ഏത് നടന്മാരുടെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതായിട്ട് അഭിനയിക്കും. കാരണം അന്ന് അങ്ങനെ ചെയ്താലേ അത് ജനങ്ങളിൽ നിൽക്കുകയുള്ളൂ, ആവുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സംഭവം എന്നാന്ന് വെച്ചാൽ അഭിനയത്തെക്കാട്ടിലുപരി ബിഹേവ് ചെയ്യാണ്. അവരെങ്ങനെ ആ കഥാപാത്രമായി മാറുവാണ്. അപ്പോൾ അവർ ആ കഥാപാത്രം ഇപ്പം സണ്ണി ആണെങ്കിലും, സണ്ണിയൊന്നും ഒരിക്കലും അഭിനയിക്കുകയല്ല, നിവിനൊന്നും ഫഹദൊക്കെ അഭിനയിക്കുകയല്ല. അവരൊക്കെ ആ ഒരു കഥാപാത്രം കൊടുക്കുമ്പോൾ അവർ ആ കഥാപാത്രമായി മാറുകയും അതിലൂടെ ജീവിക്കുകയും ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഒക്കെ ഉള്ള ആ ഒരു വ്യത്യാസം, പഴയ ഇതുമായിട്ടുള്ള വ്യത്യാസം അതാണ്. അതിനുശേഷമുള്ള ഒന്ന് രണ്ട് സിനിമയുണ്ട്. ഒന്ന് ഷാംദത്ത്, ക്യാമറാമാൻ ഷാംദത്ത് ചെയ്യുന്ന പടം, അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സമുദ്രക്കനി സാർ ചെയ്യുന്ന ആകാശമിഠായി എന്ന് പറഞ്ഞ് ആ പടം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പടങ്ങൾ ക്യാമറാമാൻ ഉത്പൽ വി നായനാർ, ഉത്പൽ സാറ് ചെയ്യുന്ന ഒരു പടം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിനിമയാണ്, മേക്കപ്പ് ഇട്ടാലും അല്ല, അഭിനയിച്ചു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ശരിക്കും ഒരു ഇൻ്റർവ്യൂവിലും ഇനി വരാൻ പോകുന്ന പടമോ അല്ലെ അഭിനയിക്കാൻ പോകുന്ന പടങ്ങളെക്കുറിച്ച് പറയാറില്ല. പിന്നെ ഷിജിൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞ, കാരണം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാ ഡേറ്റുകളും ബ്ലോക്ക് ചെയ്തതിന് ശേഷം വീട്ടിൽ 10, 40 അല്ലെ 25, 20 ദിവസം ഇരുന്നിട്ട് വേറെ ആൾ അഭിനയിച്ച ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് വരാൻ പോവുകയോ ഷൂട്ട് ചെയ്യാൻ പോകുന്ന പടങ്ങളെക്കുറിച്ചോ ഞാൻ പറയുന്നില്ല. ചെയ്തു വെച്ച പടങ്ങളിൽ ഒന്ന് സഖാവ് മാത്രമാണ്. പിന്നെ വേറൊന്നും ചെയ്തു വെച്ച പടങ്ങൾ റിലീസാവാൻ ഉണ്ട്, ചെറിയ പടങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ എപ്പോഴാണ് റിലീസാവുക അതൊന്നും അറിയില്ല. ഏതായാലും സീമാജി നായർ എന്ന് പറഞ്ഞ അഭിനേത്രിക്ക് ഇതുപോലെ തന്നെയുള്ള തുടരട്ടെ. ഇനിയും ഒട്ടനവധി നല്ല ചിത്രങ്ങൾ, പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ചിത്രങ്ങളിലൊക്കെ തന്നെ ഒരു ഭാഗമാകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പം ചെയ്ത അലമാരയിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ട പോലെ അടുത്ത ചിത്രങ്ങളിലെ കഥാപാത്രമായി ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ ചാനൽ പ്രേക്ഷകരോട് ഇത്രയും നേരം സംസാരിച്ചതിന് വളരെ നന്ദിയുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ശരിക്കും പ്രേക്ഷകരാണ് നമ്മളെ ഇത്രയും വർഷമായിട്ട്, 30 വർഷമായി നാടകത്തിൽ വന്നിട്ട്. 87-ലാണ് ഞാൻ നാടകത്തിൽ വന്നത്. അപ്പോൾ ഈ 30 വർഷമായിട്ട് ഇവിടെ നിൽക്കുക എന്ന് വെച്ചാൽ അത് ചില്ലറ കാര്യമല്ല. ആ നിർത്തിയിരിക്കുന്നത് ശരിക്കും പ്രേക്ഷകരും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും അച്ഛൻ്റെയും അമ്മയുടെയും മറ്റെന്നെ സ്നേഹിക്കുന്നവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. അപ്പോൾ ആ ഒരു പ്രാർത്ഥന അനുഗ്രഹവും എന്നും ഉണ്ടാവണം. പറ്റുന്നിടത്തോളം എനിക്ക് അഭിനയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.